ഫിഷിന് എത്ര ഇഷ്ടമുണ്ടോ ആക്കി? ഹലോ എവരിവൺ, വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തേക്ക്. സോ എൻ്റെ ഫ്രണ്ടിനെയും ഫാമിലീനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരെ കാണാൻ പോയിട്ടുള്ളതാണെന്ന്. ഇതാണ് കേട്ടോ ആള്. എന്തായി ഹാന ചെയ്യണത്? എന്തായിരുന്നു അവന് രാവിലെ ഇപ്പം എന്നെ കണ്ടത്. അപ്പം ഓർമ്മയുണ്ട് ഭയങ്കര നാണം കുടുങ്ങിയൊക്കെയാണ് ഓർക്കണത്. അയ്യോ ഞാൻ ആക്ച്വലി ഇവിടെ എത്തിയപ്പം 4-5 മണിയായി. ഞാൻ ട്രെയിനിൽ 2 മണിക്ക് എണീറ്റു. എങ്ങനെ എണീറ്റെന്ന് വെച്ചാൽ എറണാകുളത്ത് എത്തിയപ്പോഴാണ് എണീറ്റ്. ട്രെയിൻ ലേറ്റായിരുന്നു. 1 മണിക്ക് എത്തേണ്ടത് 2 മണിയായി എറണാകുളത്ത് എത്തിയപ്പം. അപ്പം എണീറ്റു. എന്നിട്ട് തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. എന്തോ ഉറക്കം വന്നില്ല. അതിന് ശേഷമാണ് ഉറങ്ങിയത്. അതിൻ്റെ ഉറക്കക്ഷീണം മാറിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കിടന്നുറങ്ങണം. എനിവേ അപ്പം വേറെന്തുവാ, ഹാൻ്റെ കൂടെ കുറച്ച് നേരം ഇന്ന് കളിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് മാഫി പോയിട്ട് വരും. കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാം. ബ്ലൂബെറിയോ തരാം കേട്ടോ. ബ്ലൂബെറി തരാം. എന്താ കഴിക്കണേ? ഡാഡ സ്ട്രോബെറി നോക്കിയിട്ട് കിട്ടിയില്ല അല്ലേ പൊന്നു? ഗെറ്റിംഗ് റെഡി. അഫി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വി ക്യാൻ ഗോ ഔട്ട്. ഹാനിനെ വിളിക്കാനൊക്കെ പോകുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ. അപ്പം പറ്റുമെങ്കിൽ അതൊക്കെ അവൻ്റെ പ്ലേ സ്കൂളിലോട്ടൊക്കെ പോകുന്നുണ്ട്. നാളെ നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, അതിപ്പോഴേ പറയുമ്പോൾ എനിക്ക് ചിരിയാറുണ്ട്. ബിക്കോസ് മീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അയ്യോ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. സോ നാളെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് ഞാനിവിടെ ശ്രമിക്കുന്നത് എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഒരു ബ്ലാക്ക് സ്കർട്ട് ആൻഡ് ടോപ്പ്. എൻ്റെ ഹെയർ കട്ടിന് ശേഷം ഞാനൊന്ന് റെഡിയായൊരു ദിവസമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ റെഡിയായിട്ട് പോകാൻ പോണ MESൻ്റെ മെഡിക്കൽ കോളേജിലോട്ടാണ്. അസർക്ക് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇഹാൻ ഓൾസോ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ അഫി അങ്ങോട്ട് പോകാൻ പോവാണ്. അത് വെയിറ്റിംഗ് ആണ്. അഫി ഓട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ദ വൺ. ഒരു ഹോൺ അടി കേൾക്കുന്നുണ്ട്. അതായിരിക്കട്ടെ. കുറേ നേരമായിട്ട് ഓട്ടോ സൗണ്ട് കേൾക്കും. ഇതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ദിസ് ഇസ് ദ വൺ. അപ്പോൾ ശരി. MES മെഡിക്കൽ കോളേജിലാണല്ലേ? ഇത് പ്ലേ സ്കൂളാണ് അതിൻ്റെ ഉള്ളിലുള്ള. ഇവിടെയാണ് ഇഹാൻ പഠിക്കുന്നത്. കളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ വന്നപ്പോൾ അവൻ നല്ല ഉറക്കമായതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് എഴുതി. ഇപ്പോൾ 2 മണി. ഇക്ക ഇവിടെയാണ് വർക്ക് ചെയ്യണത്. ഇയേഴ്സ് ബാക്ക് ആണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങാടിപ്പുറത്ത് തന്നെ അഫീയുടെ വീട്ടിൽ. സോ പക്ഷെ അന്ന് ഇവിടെ ഈ മെഡിക്കൽ കോളേജിലോട്ടൊന്നും വന്നില്ല. ഞാൻ അഫ്രിൻ ഷിലു ഓക്കെ. ഓക്കെ ഹോസ്പിറ്റലിലാണ്. ഓക്കെ ഹായ്. ഇത് ഫുൾ റാമ്പാണ്. ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു കോറിഡോറാണ് റാമ്പ് കണക്ക് കൊടുത്തേക്കണം. നല്ല രസമാണ് ഇങ്ങനെ കണ്ടിന്യൂസ്. യെസ്, എനിക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടി. സോ കിഡ് സിറ്റി എന്തുവാ? ഇതപ്പം നമ്മൾ ബാക്കിൽ നിന്നാണ് കേട്ടോ ഇപ്പം എൻ്റർ ചെയ്തേക്കണേ. ഫ്രണ്ടിൽ നിന്നുള്ള എൻട്രൻസ് ഫ്രണ്ടിൽ നിന്നുള്ളത് കാണിക്കാം. അപ്പം കുറച്ച് ഇത് അഫി അവിടുത്തെ ലേബർ റൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതവിടെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. വിച്ച് ഇസ് വെരി നൈസ്. അതിൽ കുഞ്ഞു കുഞ്ഞു ഓരോ ലോഗോസും 4 ലോഗോസും അഫി ചെയ്തേക്കുന്നതാണ്. ഷേ മേക്കപ്പ് place of comfort and care.
നൈസ്, അത് കൊള്ളാം. അത് നൈസ്. അടുത്തത് ബാലൻസ്, അത് പിന്നെ ഒരു റൂമും കൂടെയാണ് ഉദ്ദേശിച്ചത്. മറ്റേ റോക്കിൻ്റെ ഇതും ബാലൻസ് അതല്ലേ. മറ്റേത് റൂമും കൂടെ ഉണ്ട്. പിന്നെ മറ്റേത് റീവൈക്കലേ പുനർജന്മം. നൈസ്, കൊള്ളാലോ, നല്ല കോൺസെപ്റ്റ്. ഇതാണ് എൻട്രൻസ് ഏരിയ വന്നിട്ട്. ഇത് റെനോവേറ്റഡ് സ്പേസ് ആണല്ലേ. നല്ലൊരു ഹ്യൂജ് കോംപ്ലക്സ് ആണ്. എൻ്റെ എലിവേഷൻ എടുക്കണമെങ്കിൽ അങ്ങ് പോകണമല്ലോ. ഫ്രണ്ടിൽ പോകണം, തിരിച്ചു പോകുമ്പോൾ എടുക്കാം. തിരിച്ചു പോകുമ്പോൾ എലിവേഷൻ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ നല്ല ഇത്രയും ഹൈറ്റൊക്കെ വേണോണ്ട് നല്ല രസമുണ്ട്. ആ ഒരു വലിപ്പമുള്ളത്. പണ്ട് ഇങ്ങനെ തന്നെ ഇത്രയും ഹൈറ്റിൽ തന്നെ ആയിരുന്നു. ഓക്കെ, നമുക്കിനി എൻട്രൻസിൽ കൂടെ കയറാം. ആക്ച്വലി യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേരുണ്ട്. എൻ്റെ ID ചോദിച്ചു ആൻഡ് മേടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്തേ. ദാറ്റ് വാസ് റെയർ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യണത്. എനിക്ക് നാണായി എന്ന് യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ. മാസ്റ്റർ പ്ലാൻ അതെ, ഇവിടെ ഇല്ല, കണ്ടിട്ടില്ല. ഇവിടെ കൂടെ എൻ്റർ ചെയ്ത് നമ്മൾ വന്നത് അറൗണ്ട് നമ്മളിവിടെ കൂടെ കയറി. ഇവിടെ കൂടെ അല്ലേ വന്നത്. ഇവിടെ ഒരു റാമ്പ് ഉണ്ട്. ഇവിടെ കൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെ ക്യാൻറ്റീനുണ്ട്. ഇക്കേടത് ഓഫീസ് വന്നിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ ഒന്ന് കയറി ഇവിടെ ആയിട്ടാണ് ഓഫീസ് അല്ലേ. ഇത് ഫാർമസി. ഇവിടെ ഈ ഒരു ഷേപ്പ്. സോ ഇതാണ് മെയിൻ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. 100 കിലോ ഓക്കെ, നൈസ് വർക്ക്. ഓക്കെ, റാമ്പ് ഈ മൂവീസിലൊക്കെ, പഴയ മൂവീസിലാണ് ഇങ്ങനത്തെ റാമ്പ് ഉള്ളത്. മറ്റേ അത് കാണും. ശരി, നിർബന്ധമില്ല. കാര്യം ഇതെല്ലാം മെക്കാനിക്സ് ആയില്ലേ. പഴയ റൂള് പ്രകാരം അത് മറ്റേ CID മൂസ അങ്ങനെ കുറേ മൂവീസിൽ എല്ലാം ഈ റാമ്പിൻ്റെ കുറേ ഷോട്ട്സ് ഉണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ. നമ്മൾ ഈ ഒരു ഗാർഡനിലോട്ടാണ് പോകുന്നത്. റെനോവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പോൾ നമുക്ക് റേഡിയോളജിയുടെ ആവശ്യത്തിന് മാത്രം വരികയാണെങ്കിൽ ഇതുവഴി വന്നാൽ ഓക്കെ. അതിൻ്റെ റിസപ്ഷൻ അങ്ങനത്തെ രീതിയിലൊക്കെ മാറ്റി ഡിസൈൻ ചെയ്യുന്നത്. ഇതാണ് റോഞ്ചർ ഗാർഡൻ. ഓ നൈസ്, കൊള്ളാം. നല്ല രീതിക്കാണ് ഒരു ഡമ്പായിട്ടുള്ള സ്ഥലമായിരുന്നു. ചുമ്മാ കാട് പിടിച്ച് കിടക്കായിരുന്നു. ഞങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. ഫുൾ മാറ്റി. നല്ലൊരു സ്പേസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ താഴെ വന്നിട്ട്. അപ്പം അതിൻ്റെ തന്നെ ഗാർഡൻ, റോഞ്ചൻ ഗാർഡൻ. സോ ഇറ്റ് ഇസ് നൈസ്. നമ്മൾ തൊട്ട് മുകളിൽ നിന്ന് അവിടെ നിന്നാണ് എൻട്രൻസ്. ആ ഒരു റാമ്പ് കയറി നമ്മൾ അവിടെ നിന്ന് താഴെ വന്നു. ഇപ്പോൾ കയറി വന്നത് റെനോവേറ്റഡ് ആയിട്ടുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. വിച്ച് വാസ് റിയലി ഗുഡ്. അപ്പം അതാണോ പുള്ളി വന്നിട്ട്? ഓക്കെ. ഫൗണ്ടർ ഓഫ് റേഡിയോളജി, ഫാദർ ഓഫ് റേഡിയോളജി. ഓക്കെ, ദാറ്റ്സ് എ പേഴ്സൺ. കണ്ടപ്പോഴാലോചിച്ചത് നന്നായിട്ട് ഹൈഡ് ചെയ്ത് ആ ഒരു ഡിസൈനിൻ്റെ ഒരു പോർഷനായിട്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഉണ്ട് ബോഡി പാർട്സൊക്കെ കാണിച്ചിട്ടുള്ള രീതിയിൽ എൻട്രൻസ് ഇവിടെ കൂടെയാണ്. നമ്മൾ നേരത്തെ റിവേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആരും കണ്ട് ഡൗട്ട് ചെയ്യരുത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോസ്പിറ്റലൊക്കെ വീഡിയോ എടുക്കുന്നത്. സോ നല്ല രസമുണ്ട്. ഭയങ്കര മിനിമലായിട്ട് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ. എല്ലായിടത്തും ഈ ഒരു ഡിസൈൻ നല്ലൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടില്ലേ. ഇതെന്തോ ആക്ച്വലി ഫിനിഷ് സിമെൻറ്റ് ഒരു ഫിനിഷ് ചെയ്തേക്കണല്ലേ. നമ്മുടെ ടെക്സ്ചറിൻ്റെ തന്നെ ഒരു സ്മൂത്ത് ഫിനിഷ്. ലൂവേഴ്സൊക്കെ കൊടുത്തേക്കണം, നല്ല രസമുണ്ട്.
കുഞ്ഞു പ്ലേ ഏരിയ. അവിടെ ഓൾറെഡി 2 ബേബീസ് ഉണ്ട്. നൈസ്. പിള്ളേരെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവരൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു സ്പേസാണ്. വേണ്ടിയിട്ട് വന്നു. വെസ്റ്റേൺ കഫേ. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. മറ്റേ ഐലൻഡിൽ നിന്ന് പറഞ്ഞാണ്, ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇഹാനെ വിളിക്കാൻ വന്നു. ഹി വാസ് awake ഫ്രം ഹിസ് സ്ലീപ്പ്. ഇഹാൻ നമുക്ക് പോവാ. ഇതാരാ വന്ന ഇഹാനെ വിളിക്കാൻ? നൂഡിൽസ്, ഒരു പ്ലേറ്റ് ഷവർമ, പിന്നെന്താ എനിക്കിത് പക്ഷെ ആദ്യം തുറന്ന് നോക്കണമെന്നുണ്ട് എന്താണെന്നുള്ളത്. ഡേറ്റ്സ് എന്താ വെച്ചിട്ടുള്ള സാധനമാണ് കേട്ടിട്ടുണ്ട്. ഡേറ്റ്സും തേങ്ങയും എള്ളും. നമ്മൾ ചിലപ്പം ഇതിനൊക്കെ ഫില്ലിങ് വയ്ക്കത്തില്ലേ, അതുപോലത്തെ ടേസ്റ്റ്. ബാക്കി കുറച്ചും കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ആൻഡ് ലുക്ക് അറ്റ് ഇഹാൻ, ഹൗ ഈസ് ഹോൾഡിങ് ഓൺ ടു മീ. ഐ ഫെൽ റിയലി ക്യൂട്ട് ബിക്കോസ് എനിക്കൊരു 20 വയസ്സിനൊക്കെ ശേഷം ഞാൻ ഇത്രയും കുഞ്ഞ് വാവേനൊന്നും എൻ്റെ കൈ പിടിച്ച് നടത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ. വീട്ടിൽ പോകണം. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. വൈകിട്ട് നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഒക്കെയും വന്നു. അവര് ബുക്ക് ചെയ്തോളൂ. OTPക്ക് വേണ്ടിയിട്ട് വണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് വണ്ടി അവിടെ വരുള്ളൂ. പുള്ളി നമ്മുടെ ഇങ്ങോട്ട് ഇതുവഴി എവിടെയാ അവര് ബുക്ക് ചെയ്തോളൂ. OTPക്ക് വേണ്ടിയിട്ട് അന്നേരം വിളിക്കുമ്പോഴേ എടുക്കുമല്ലേ? ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പം. അങ്ങനെ ബുക്ക് ചെയ്യുന്ന കമ്പൽസറി ചെയ്യാറുണ്ട്. പേയ്മെന്റ് നമ്മുടെ കണ്ണ്, മൂക്ക്, ഇങ്ങനെയൊക്കെ വരച്ചു. അപ്പോൾ മീന് ഇതൊക്കെ വരച്ചു. സ്മൈലീസ് അല്ലേ ഇതാരൊട്ടിച്ചതോ? ഇഹാനാണ് സ്റ്റിക്കി എന്നാവും പറയാം. സ്റ്റിക്കറിന് അവിടെ ഒരു പെരിന്തൽമണ്ണയിൽ തെല്ലുള്ളൂ. എത്ര നാക്കുള്ളി വരെ ഒരിക്കും? 1 വർഷമൊക്കെ എടുക്കും. കോട്ടയത്ത് ഓപ്പൺ ആയല്ലേ? ആ അതെ. ട്രിവാൻഡ്രത്ത് തന്നെ എല്ലാവരും വീക്കെൻഡ്സ് ഇതാണ് പെരിന്തൽമണ്ണ സിറ്റി. അത് മൊത്തം ആശുപത്രി. ഈ ഇവിടെയാണ് നമ്മളന്ന് വന്നത്. ലൈക്ക് ഈ ഒരു ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോടത്തേക്ക് ബസ് കയറിയത് ഞാനും ഷിലും കൂടെ. എന്തോ അന്ന് നീ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ എത്തിയത്. ഇതില് പൊന്നു ഇവിടെ ഇല്ലേ BS നമ്മൾ ഇതൊരു അറ്റ്ലസിൽ കയറിട്ടില്ലേ കുഞ്ഞാ? നീ കയറിക്കണ? അവിടെ എല്ലാം വിലക്കുറവാണ്. നമ്മുടെ രാമേന്ദ്രനെക്കാട്ടും വിലക്കുറവാണ്. ഇത് ഓൾറെഡി ഇതാണ് പഴയ ലേഡീസ് പ്ലാന്റ്. ഇതാണ് ഒറിജിനൽ. ഇതാണ് ലേഡീസ് പ്ലാന്റ്. BS ലേഡീസ് പ്ലാന്റ്. സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഡിസൈൻ. ബിഗ് ബോസിനൊക്കെ ഡ്രസ്സൊക്കെ ഇല്ലേ?
പറയുന്നു. എൻ്റെ മാമ ഉള്ള UK. ടാറ്റാ. ഇഹാനും വാപ്പാക്കോട് UK പോകണം ശരിക്കും ആഗ്രഹം. ഏറ്റവും ആഗ്രഹം. റെനോവേഷന് വേണ്ടി പൊളിച്ചതാ. അവിടെ റെനോവേഷന് വേണ്ടി പൊളിച്ചത്. തീറ്റമുക്കോ? ഫുഡ് അങ്ങാടി എന്നാണ് ഈ മൊത്തം ഏരിയ. ആക്ച്വലി ഈ ഒരു ഏരിയയിൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വാഹിദിനെ ഈ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ എന്തോ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും വന്നപ്പം ഇവിടെ അവൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയത്. കോഴിക്കോട് പോണത് ഈ ഇവിടെ നിന്നാണോ? ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോ അവിടെ നിന്ന് വരുന്ന കഴിക്കുന്നത് എല്ലാം നല്ല കടകളും. ഇനി ഈ സൈഡിൽ ഫുൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയി എന്റെ മസാലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. സ്വീറ്റ് കോൺ ഹോട്ടൽ. ഇഹാൻ ദോന്റെ വ്ലോഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ. അങ്ങനെ പിന്നെ നമ്മളുടെ മെയിൻ ഫുഡ് വന്നു. അൽഫാമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണമെന്നില്ല, നാളെ നമുക്ക് വീശിന് എത്ര ഇഷ്ടമുണ്ടോ ആക്കി? ആരുടെ ഉറങ്ങുന്നത്? പണ്ട് കുഞ്ഞിനെ നമുക്കല്ലേ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഫുൾ ടൈം അവർക്ക് നിൽക്കണതല്ലേ. അവര് സ്കൂളിൽ പോരണം, വിളിക്കാൻ വരണം, അവരോട് ഉറങ്ങണം, കഴിക്കണം. ഞാനൊക്കെ മിക്കവാറൊക്കെ അവരുടെ കൂടെ അങ്ങ് പോവും. അത് അവിടെ പോയി നിന്നിട്ട് 3 ദിവസം നിന്നിട്ടൊക്കെ പിന്നെ വരണത്. മമ്മയുടെ പേരെന്താണ്? എന്താണ്? ഡാഡിയുടെ പേരെന്താ പൊന്നു? അച്ഛൻ. മാമാടെ പേരെന്താണ്? പൂവാന്റെ പേരെന്താ? പിന്നെ നൂനുന്റെ പേരെന്താ? എന്താണ്? പാപ്പാടെ പേരെന്താ? മിമ്മിയുടെ പേരെന്താ? മിമ്മി. ബേബിയുടെ പേരെന്താ? ബീഷിന്റെ പേരെന്താ? ഐശ്വര്യ. ബിഎസിന്റെ പേരെന്താ? ഐശ്വര്യ. ഇഹാന്റെ ഫ്രണ്ട് ആരാ? ഋതുവും അക്ഷരയും. അത്രേ ഉള്ളോ? ആദിയും ബേബിയും. പിന്നെ ആരാ? ആദിയും ബേബിയും ഐസിയും അപ്പുവും ഡാഡിയോ ദാവീദ്. പിന്നെ ഐറ, ആയിമ. അയിമ നിഹാൻ എന്താ വിളിക്കുക? ആമാ. അപ്പൊ അയിമ ചിരിക്കുവല്ലേ? അത് ബേബി അങ്ങനെ വിളിക്കോ? ആമയെന്ന് വിളിക്കല്ലേ നിഹാൻ? നാളെ ബേബി സ്പെസി പോവാ, മാമീനെ കാണാൻ പോവാ. യെസ്, നമ്മൾ നാളെ പാലക്കാട് സാലിനെ കാണാൻ പോവാണ്. സോ അതൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം, പാർട്ട് 2. താങ്ക് യു ഫോർ വാച്ചിങ്.